ഇപ്പോൾ ആകപ്പാടെ അദ്ദേഹത്തിന് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, പിന്നെ ഉള്ളത് മറുനാടൻ ഷാജൻ സർ, യൂട്യൂബ് ഒക്കെ കണ്ടുപിടിച്ച ആൾ. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്തുതി പാടകയായിട്ടുണ്ടായിരുന്നത് സ്മൃതി പരുത്തിക്കാടാണ്. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസത്തെ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഇറങ്ങിപ്പോക്കോടുകൂടി ഇനിയും ന്യായീകരിച്ച് നിൽക്കാൻ സാധ്യമല്ല എന്ന ഒരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. ജോസഫ് സി മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് ജോസഫ് സി മാത്യു. ആ ജോസഫ് സി മാത്യു പോലും കഴിഞ്ഞ ദിവസം പറയുന്നു വി ഡി സതീശൻ ചില കാര്യങ്ങളിൽ നുണ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ചില വിഷയങ്ങൾ ഇങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ജോസഫ് സി മാത്യുവിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് പോലും നിശിതമായ വിമർശനമാണ് ഇദ്ദേഹത്തിനെതിരെ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ വിഷയവും എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ബഡ്ജറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്? എന്തെങ്കിലും നടന്നോ? ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഒരു വാഗ്ദാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പല പല കാര്യങ്ങളായിരിക്കാം. അദാനി ഒരു മീഡിയേറ്ററായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്ററായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ 50 ദിവസം തികയുന്നു. അതായത് ഒന്നര മാസം കഴിയുന്നു. ആദ്യകാലങ്ങളിൽ ഒരുപാട് സ്തുതിപാഠകരും വലിയൊരു ആരാധക വൃന്ദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോകെ വിവാദങ്ങൾ പലതും വരുന്നു, ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു. അങ്ങനെ കുറഞ്ഞ് തുടക്കത്തിലുണ്ടായിരുന്ന അത്രയും വലിയൊരു സ്തുതിപാഠകരും ആരാധക വൃന്ദമൊക്കെ ഇപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു സംശയമാണ്. ആണോ? ഇപ്പോൾ ആകപ്പാടെ അദ്ദേഹത്തിന് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, പിന്നെ ഉള്ളത് മറുനാടൻ ഷാജൻ സർ, യൂട്യൂബ് ഒക്കെ കണ്ടുപിടിച്ച ആൾ. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്തുതി പാടകയായിട്ടുണ്ടായിരുന്നത് സ്മൃതി പരുത്തിക്കാടാണ്. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസത്തെ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഇറങ്ങിപ്പോക്കോടുകൂടി ഇനിയും ന്യായീകരിച്ച് നിൽക്കാൻ സാധ്യമല്ല എന്ന ഒരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. അവരുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതേമാതിരി ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് ബാധിക്കേണ്ട ഗതികേട് അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. ശ്രീകുമാർ, അതോടൊപ്പം തന്നെ മറുനാടൻ ഷാജൻ സാറിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത ബന്ധം, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി, അതാണ് അതിൻ്റെ പോയിന്റ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത ഒരു ബന്ധം തനിക്കുണ്ട് എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളെയും ധരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൂടാതെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിണറായി വിജയനെതിരെ നടത്തിയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ എതിർപ്പുകൾ, അദ്ദേഹത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും അദ്ദേഹം 1.5 മാസത്തോളം ഒളിവിൽ കഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയും രാത്രി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിയോടുള്ള, പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള അന്ധമായ വിരോധം, ആ വിരോധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ആ വിരോധത്തിൻ്റെ മേലൊരു അടികൂടി അടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇപ്പോഴത്തെ നിലവിലത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനെ ഇതേ രീതിയിൽ ഇപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മാത്രമേ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിട്ട് ഈ വി ഡി സതീശന് സപ്പോർട്ടുമായിട്ട് രംഗത്തുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത. കൂടാതെ കുറേ ആക്രി പീക്രി ഈ പാപ്പരാസി പിള്ളേർ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോസഫ് സി മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് ജോസഫ് സി മാത്യു. ആ ജോസഫ് സി മാത്യു പോലും കഴിഞ്ഞ ദിവസം പറയുന്നു വി ഡി സതീശൻ ചില കാര്യങ്ങളിൽ നുണ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ചില വിഷയങ്ങൾ ഇങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ജോസഫ് സി മാത്യുവിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജയശങ്കർ വക്കീലിനെ സംബന്ധിച്ചിട്ട് പിണറായി വിജയനെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. വി ഡി സതീശനെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ ജയശങ്കർ വക്കീൽ. ആ ജയശങ്കർ വക്കീൽ പോലും മടുത്തുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. സ്തുതിപാഠകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോധവും വെളിവും ഇല്ലാത്ത മണ്ടന്മാരും മരമണ്ടന്മാരുമായിട്ടുള്ള കുറേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുമുണ്ട്, കുറേ നസ്രാണി പരീക്ഷകളുമുണ്ട്. അതല്ലാണ്ട് വേറെ ആരാ ഈ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്ന് പോലും നിശിതമായ വിമർശനമാണ് ഇദ്ദേഹത്തിനെതിരെ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ വിഷയവും എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ബഡ്ജറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്? എന്തെങ്കിലും നടന്നോ? വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും, അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഇതൊക്കെ ഈ ബഡ്ജറ്റിൽ വിസ്മയങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിസ്മയം ഉണ്ടായോ?
എന്തെങ്കിലും വിസ്മയം അതിനകത്ത് വന്നോ? ക്ഷേമ പെൻഷനിൽ എന്തെങ്കിലും വർധനമുണ്ടാവുമെന്ന് കരുതി എന്തെങ്കിലും വർധനമുണ്ടായോ? എന്തെങ്കിലും വർധനമുണ്ടായോ? ഇപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. കാരണം വളരെ പൊള്ളയായിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. ആകെപ്പാടെ മിഷൻ സമുദ്രയ്ക്ക് വേണ്ടിയിട്ട് 400 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു പ്രധാന പദ്ധതി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് GP-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് ലോയേഴ്സ് കോൺഗ്രസ് ഒക്കെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ നമുക്ക് നിസ്സാരവൽക്കരിച്ച് കളയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? വളരെ നിസ്സാരമായിട്ട് നമുക്ക് എഴുതി തള്ളിക്കളയാൻ വേണ്ടി സാധിക്കും? ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അത് കഴിഞ്ഞതിന് ശേഷം ബക്കാടി വിഷയം ഒരു നിസ്സാര കാര്യമായിട്ട് എഴുതി തള്ളാൻ വേണ്ടി സാധിക്കുമോ? സംസ്ഥാന സർക്കാരിന് എത്രയധികം നികുതി നഷ്ടമുണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ ബക്കാടിയുടെ പ്രശ്നമെന്ന് പറയുന്നത്. അതിനെ പ്രതിപക്ഷം ഒക്കെ അതിശക്തമായിട്ട് അതിനെതിരെ രംഗത്ത് വരേണ്ടതുണ്ട്. കാരണം 20% ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം 50% നികുതി കുറച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവിനുണ്ടാകുന്ന നികുതി നഷ്ടം എത്രയാണ്? അത് വീണ്ടും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണ്ടേ? അതുകൂടാതെ തന്നെ ഈ ശബരിമലയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യലിസ്റ്റ് പ്ലീഡറെ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം ആരാണ്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടിയിട്ട് കേസ് വാദിച്ചിട്ടുള്ള വക്കീലാണെന്ന്. അത് മാറ്റേണ്ടി വന്നില്ലേ? തിരുത്തേണ്ടി വന്നില്ലേ? യൂട്ടേൺ അടിക്കേണ്ടി വന്നില്ലേ? അതിനുശേഷം പിന്നീട് ഇപ്പോൾ PM ശ്രീയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നടക്കുന്നത്? കഴിഞ്ഞ കാലത്തെ സർക്കാർ ഒപ്പിട്ട ഒരു MOU മാത്രമാണുള്ളത്. ആദ്യം കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ MOUവും എഗ്രിമെന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. MOUവിൽ നിന്ന് പിന്മാറുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളുടെ വീഡിയോയ്ക്കകത്ത് 6 മാർഗങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വിദഗ്ധരുമായിട്ട് ആലോചിച്ചതിന് ശേഷം തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. എന്തുകൊണ്ടാണ് സർക്കാരിന് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കാത്തത്? എന്ത് ഡീലാണ് അതിനകത്തുള്ളത്? ഇപ്പോഴും വെളിപ്പെടുത്താത്ത എന്തെങ്കിലും ഒരു പേപ്പറിൽ ഈ സർക്കാർ ഒപ്പിട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഒരു വാഗ്ദാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പല കാര്യങ്ങളായിരിക്കാം. അദാനി ഒരു മീഡിയേറ്ററായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്ററായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതാ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം എന്താണ്? വിഴിഞ്ഞം പദ്ധതി. അത് നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് ലൈവ് പോകേണ്ടതുണ്ട്. അതുകൂടാണ്ട് ശേഷാദ്രിനാഥൻ, അദ്ദേഹം ആരാണെന്ന് PM നവാസ് എന്ന് പറയുന്ന KPCC ജനറൽ സെക്രട്ടറി കൃത്യമായിട്ട് ഇന്നലെ അരമണിക്കൂർ നീണ്ടുന്ന പത്രസമ്മേളനത്തിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം നേരത്തെ SFI-കാരനായിരുന്നു. അങ്ങനത്തെ പല SFI-കാരും KSU-കാരും ഒക്കെ ഇന്ന് BJP പാളയത്തിലുണ്ട്. അതായത് BJPക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മുൻ ജഡ്ജാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ പിടിച്ചിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ആരാണ് വെക്കുന്നത്? സംസ്ഥാന സർക്കാരാണ് വെക്കുന്നത്. പാർട്ടിയിൽ തന്നെ എതിർപ്പുകൾ ഉയർന്നു വന്നില്ലേ? പാർട്ടിയിൽ തന്നെ 2 പക്ഷമുണ്ടായില്ലേ? UDF-ൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടോ? ഇതെന്നല്ലോ ഇതുവരെ നടന്ന ഒരു വിഷയത്തിലും UDF-ഉമായിട്ട് കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. UDF-ൽ ഒരു കാര്യം കൂടിയാലോചന നടത്തുന്നില്ല. സ്വയം തീരുമാനിക്കുന്നു, സ്വയം നടപ്പിലാക്കുന്നു, സ്വയം ഒപ്പിടുന്നു. ബക്കാടി വിഷയത്തിലൊക്കെ നമ്മൾ കണ്ട കാര്യമല്ലേ? GP നിയമനത്തിൽ നമ്മൾ കണ്ട കാര്യമല്ലേ? ഇത് ആരൊക്കെയോ ചേർന്നിരുന്ന് ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം വീതം വെച്ചെടുക്കുന്ന രീതിയിലേക്കാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ന്യായീകരണ തൊഴിലാളികൾക്കൊന്നും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, ന്യായീകരിച്ച് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്യാപ്സ്യൂളുകളില്ല പല കാര്യത്തിലും. GP നിയമനത്തിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ എതിർപ്പ് വരുന്നു. എന്ത് ക്യാപ്സ്യൂളാണത്? എന്ത് ക്യാപ്സ്യൂൾ പറയാൻ പറ്റും? ബക്കാടി വിഷയത്തിൽ നിയമസഭയ്ക്കകത്ത് അതും MV ഗോവിന്ദൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ജോണി വാക്കറിനും ശിവാശ്രീകളിനും 78% നികുതിയാക്കി കുറച്ചു കൊടുത്തു എന്നൊക്കെയുള്ള എന്താ പറയുക, വെറുതെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ എന്ത് വസ്തുതയാണ് അതിനുള്ളത്? അതിലൊക്കെ 150% മേളിൽ എക്സൈസും കസ്റ്റംസും ഉൾപ്പെടെയുള്ള ഡ്യൂട്ടി വരുമ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ട് നോർമലായിട്ട് വരും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഇപ്പോൾ ഈ 50% എന്നുള്ളത് വെറും 80% കുറച്ചു കൊടുത്തതായിട്ട് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ആരോപിക്കാൻ വേണ്ടി സാധിക്കും. കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ 20% നികുതിയാക്കി കൊടുത്തിരിക്കുന്നു. അതായത് 80% നികുതി കുറച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ന്യായീകരിച്ച് നിൽക്കാനാവാത്ത അവസ്ഥയുണ്ട്. ന്യായീകരിച്ച് നിൽക്കാനാവാത്ത അവസ്ഥ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കുണ്ട്. അപ്പോൾ പിന്നെ അവർ ചെയ്യുന്നത് എന്താണ്? സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനിടയിൽ വന്നിരുന്ന് കമന്റ് എഴുതാൻ വേണ്ടിയിട്ട് കുറെ ആളുകളെ ഇങ്ങനെ സ്ഥിരപ്പെടുത്തി ഇരുത്തിയിട്ടുണ്ട്. അവർ വന്നിരുന്ന് വിവരമില്ലായ്മ വിളിച്ചു കൂവും,
അല്ലെങ്കിൽ നമ്മളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കും, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് നടത്തും. ഏതൊക്കെയാലും അതിനപ്പുറത്തേക്ക് ഇവന്മാർക്ക് എന്ത് തേങ്ങാക്കൊല അറിയാമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടോ? വി ഡി സതീശൻ ഒച്ചത്തിൽ സംസാരിക്കുന്നു, നന്നായിട്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞതിലെ കണ്ടന്റ് എന്താണ്? അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ ന്യായീകരണ തൊഴിലാളികൾ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് അകലുന്ന കാഴ്ച കാണേണ്ടി വരും. നമ്മൾ കാത്തിരിക്കുന്നത് മറുനാടൻ ഷാജൻ സാർ, യൂട്യൂബ് കണ്ടുപിടിച്ച മറുനാടൻ ഷാജൻ സാർ ഈ വി ഡി സതീശനെതിരെ ഒരു വാർത്തയുമായിട്ട് വരുന്ന ആ ഒരു മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്.